ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഒരു KSRTC ബസ് തടഞ്ഞു നിർത്തി. ചവിട്ടി നിർത്തിക്കോ, വെറുതെ എന്റെ ഭാര്യയെ കൊണ്ട് വെള്ളസാരി ഉടിപ്പിക്കണ്ട. കുടിവെള്ളത്തിനായുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ബസിന്റെ മുന്നിലെ ചില്ലിനോട് ചേർത്ത് നിരത്തിയിട്ടതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. ഞാനിവിടെ സമാധാനമായിട്ട് കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് നിനക്ക് സഹിക്കില്ലല്ലേ? കുടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുപ്പി എവിടെയെങ്കിലും കളഞ്ഞുകൂടി. ഈ പ്ലാസ്റ്റിക് കുപ്പി ഇടാനുള്ളതാണ് വണ്ടിയുടെ ഫ്രണ്ട് വശം. സുധാകര ശ്യാമളൻ സാറിന് നല്ല ഉഷാറിലാണല്ലോ. അതുകൊണ്ടാണ് പിടിച്ചത്. ഉറപ്പായിട്ടുണ്ട് ഇത് ഇടരുതെന്ന് അവർക്ക് നോട്ടീസ് കൊടുത്തു. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? ഭയങ്കരം തന്നെ. ഇങ്ങനെ ഒളിച്ചിരുന്ന ആൾ ഇട്ട കുപ്പി ഇന്നും കിടപ്പുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റ്. അത് നിങ്ങളുടെ തെറ്റ് തന്നെയാണ്, അയാളുടെ തെറ്റല്ല. ആ പിന്നെ മിസ്റ്റർ മുകുന്ദൻ, ഞാൻ നിങ്ങൾക്കൊരു ചെറിയ സർപ്രൈസ് തരാൻ പോവുകയാണ്. പ്ലീസ്. KSRTC ജീവനക്കാരന് ഇതേക്കുറിച്ചുള്ള പ്രതികരണം ശ്രദ്ധേയമാണ്. കേൾക്കും. എത്ര വണ്ടിക്കുണ്ട് ഈ ഡ്രൈവർക്ക് വെള്ളം കുടിക്കാൻ അതിന്റെ കേസുള്ള വെച്ചിരിക്കുന്നത്? എന്താ ഉറക്കം വരുന്നു? ഈ ചൂടത്ത് ഇരുന്ന് ഈ 100-500 കിലോമീറ്റർ ഒരു ദിവസം ഇരുന്ന് ഓടിക്കുന്നവന്റെ മുമ്പിൽ വന്നിട്ടാണ് ഈ ഷോ കാണിക്കുന്നതെന്ന് പറഞ്ഞു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിൽ വേണ്ട തെണ്ടി. തെരഞ്ഞെടുപ്പിന് ജയിക്കാനും സീറ്റ് കിട്ടാനും ഒക്കെ വേറെ വഴികളുണ്ട്. ദിവസം പ്രതി മരിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ജീവനക്കാരന്റെ മുമ്പിലല്ല ഇത്തരത്തിലുള്ള ഷോകൾ കാണിക്കുന്നത്. രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ നല്ലതാ, അത് നല്ല ആളുകൾ ചെയ്യുമ്പോൾ. നിന്നെപ്പോലുള്ള യൂസ്ലെസ്സുകളാ രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത്, മനസ്സിലായോ? മന്ത്രി ആദ്യം അന്വേഷിക്കുന്ന ആ വണ്ടിയെ വെള്ളം വെക്കാൻ ഇടയുണ്ടായിരുന്നോ? ഡ്രൈവർക്കും കണ്ടക്ടർക്കും കുടിക്കാൻ അതല്ല ഉദ്ദേശം, മാറി. AC കാറിൽ പോകുന്ന ഒരുത്തന് തിളച്ചു മറിയുന്ന ഈ റേഡിയേറ്റർ എഞ്ചിന്റെ ചൂടിൽ സൈഡിൽ ഇരുന്നു കൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരുത്തന്റെ നെഞ്ചിലെ വിഷമം മനസ്സിലായില്ല. എന്നിട്ട് വെള്ളം കുടിക്കാൻ 2 കുപ്പി വെള്ളം എടുത്തു വെച്ചതിന്റെ പേരിൽ മാധ്യമങ്ങളെ വിളിച്ചു നിർത്തി പാർട്ടി ഷോ കാണിക്കാന്നല്ലേ ആൾക്കാർ പറയുന്നു. നിങ്ങൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് ആ ജീവനക്കാരെ പൊതുജന മധ്യത്തിൽ വെച്ച് അപമാനിച്ചതിന് പരസ്യമായിട്ട് മാപ്പ് പറയണം. അല്പമെങ്കിലും ഉളുപ്പുണ്ട്. ഈ ബസ്സിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും ഇല്ല എന്നുള്ള കണ്ടെത്തലാണ്. മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാതായിട്ട് 1.5 മാസമായിരിക്കും. ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റി. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ